വിളിച്ചു ചോദിക്കണം. ഈ ബാബുക്കുട്ടൻ എന്ന പേര് ആദ്യം ഇട്ടപ്പോഴത്തേക്ക് ആ ദിവസം തന്നെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തല്ലോ, അതെങ്ങനെയാ? അത് ഫസ്റ്റ് തന്നെ എം ജി സാർ ഇട്ട പേരാണ്. എം ജി സാറിന് മുമ്പ് ഓർക്കസ്ട്രയിൽ ആരോ ആണ് സജസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. ഓർക്കസ്ട്രയിലെ അവരാണ് ഇത് ചെയ്തത് പേര്. അങ്ങനെ ഓർക്കസ്ട്രക്കാരൊക്കെ ചിരിച്ച് അങ്ങനെ ബാബുക്കുട്ടനായി. പിന്നെ അവിടെ നിന്ന് ഇതായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഹിന്ദി ഷിഫ്റ്റായി. പിന്നെ അവിടെ നിന്ന് ഇതായി. പിന്നെ ഇവിടെ വന്ന് ഇപ്പം ഇന്റർവ്യൂ എടുക്കും. ബാബുക്കുട്ടനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നതെന്ന് അറിയാവോ? ഹലോ ബാബുക്കുട്ട, ഓർമ്മയുണ്ടോ ഈ മുഖം? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മനസ്സ് നിറഞ്ഞ 1000 അഭിനന്ദനങ്ങൾ. മോൻ നേടിയെടുത്ത ഒരു നേട്ടം എന്ന് പറയണത് നമ്മൾ സൗത്ത് ഇന്ത്യൻസിനും മലയാളികൾക്കും എല്ലാവർക്കും ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. എനിവേ, അപ്പോൾ ബാബുക്കുട്ടൻ ആദ്യം ടോപ്പ് സിംഗേഴ്സിൽ വന്നപ്പോൾ മോൻ്റെ ആ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡും പാടുമ്പോഴുള്ള ഒരു പക്വതയും ഇതെല്ലാം കണ്ടപ്പോഴേ ഞങ്ങളെല്ലാം അന്നേ പറഞ്ഞു, ഇവൻ നാളത്തെ വലിയൊരു ഗായകനാണ്, അതും ഒരു ഭാവ ഗായകനാണ് ആയിത്തീരുമെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മക്കളെ എടാ, ഞാൻ ഹിന്ദി ടീച്ചേഴ്സിൻ്റെ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദി ടീച്ചേഴ്സായിരുന്നു. എടാ, എനിക്ക് ഒരു വരി പോലും നേരെ സംസാരിക്കാൻ അറിയില്ല മക്കളെ. നീ എങ്ങനെയടേ ഇത്ര അസാധ്യമായിട്ട് ഹിന്ദി സംസാരിക്കണേ? പാട്ട് പിന്നെ പോട്ടെ, പാട്ട് മോൻ പാടും, ഏത് ലാംഗ്വേജിലും കേട്ടിട്ടുണ്ട്. ഏത് ലാംഗ്വേജിൽ പോയാലും അതെല്ലാം മോൻ പാടും. പക്ഷെ ഇത്ര രസമായിട്ട് ഹിന്ദി എങ്ങനെ സംസാരിക്കുന്നു? ഒന്ന് പറഞ്ഞതാ ഐഡിയ. ജിന്നാൻ്റെയും കൂടെ ഒന്ന് പഠിക്കട്ടെ. എനിവേടാ, ലവ് യു ലവ് യു ലവ് യു, ഗോഡ് ബ്ലെസ് യു. ശരിക്കും എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്, ഹിന്ദി എങ്ങനെ പഠിച്ചു? ഇതെങ്ങനെ പഠിച്ചു? ഇത് മൊത്തത്തിൽ ഒരു 2 മാസമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അങ്ങനെ ഇതൊക്കെയായി. പിന്നെ ഹിന്ദിയൊക്കെ പഠിച്ച്. പിന്നെ മാമ ചോദിച്ചായിരുന്നു, അന്ന് തന്നെ ടോപ്പ് സിംഗർ തന്നെ ചോദിച്ചായിരുന്നു ഹിന്ദി പഠിച്ചോ. ഞാൻ പറഞ്ഞു പഠിച്ചിട്ടില്ല അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ ഹിന്ദി പഠിച്ചു 2 മാസം കൊണ്ട്. പിന്നെ അങ്ങനെ ഷോയിൽ കയറി, ഓഡിഷനിൽ കയറി, അങ്ങനെല്ലാം കഴിഞ്ഞ് പിന്നെ ഫൈനൽ വരെ. എങ്ങനെ പഠിച്ചത് ഇത്രയും? അത് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരാളുടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മാസം കൊടുത്ത് മൊത്തത്തിൽ പഠിക്കാൻ. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഓഡിഷനിൽ കയറി. ഇപ്പോൾ തെലുങ്ക് അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, ഇല്ലേ? ഇത്രയും ഭാഷ അറിയാം? ഇല്ല. പിന്നെ എത്ര ഭാഷ അറിയാം? ആകെ 2 ഭാഷ അറിയാം. 2 ഭാഷ അറിയാമോ? മലയാളം, ഹിന്ദി. പക്ഷെ തെലുങ്കില് ഞാൻ പാട്ട് പാടുള്ളൂ. തെലുങ്ക് പാട്ടേ പാടുള്ളൂ. തെലുങ്കില്, കന്നഡ, തമിഴ് എല്ലാം പാട്ട് പാടും. ഇത് ഇവൻ ഇങ്ങനെ പഠിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിത് അത്ഭുതമാണ്. അത്ഭുതം മാത്രമല്ല, ഇൻസ്പിറേഷനുമാണ്. ഇത് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുമല്ലേ ഭയങ്കരമായിട്ട്? വർക്ക് ചെയ്യാന്ന് വെച്ചാല് അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ടീമാണേലും അവിടുത്തെ ടീം അവരാണേലും ഇപ്പോൾ അവര് പറഞ്ഞു, നീ ഇനി വേറെ ഒരു ഭാഷയും സംസാരിക്കരുത്, ഹിന്ദി തന്നെ സംസാരിക്കുക, അപ്പോഴേ പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവനും ഭയങ്കര സോഷ്യലാ, എല്ലാവരുമായിട്ട് ഭയങ്കര, ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണല്ലോ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയായി. അതാണ് ഇവന്റെ ഒരു ഇത്. അപ്പം ഇവൻ എല്ലാവരുമായിട്ട് ചെന്ന് എന്തൊക്കെയുണ്ട്, സുഖമല്ല എന്നൊക്കെ ഇവന്റെ ഒരു ഇതിലങ്ങ് സംസാരിച്ച് അവരും തിരിച്ചു മറുപടി. അങ്ങനെ ഇങ്ങനെ കുറെ നാൾ റിപ്പീറ്റ് ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചു. എങ്കിലും 2 മാസം കൊണ്ട് നീ ഒരു അത്ഭുത മനുഷ്യനാണെന്ന് എല്ലാവരും കേട്ട് പഠിച്ചതാണ്. യൂട്യൂബ് ഒന്നുമില്ല, യൂട്യൂബൊക്കെ നമ്മൾ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും വർക്കൗട്ട് അല്ല. ഇരുത്തി പഠിപ്പിക്കാൻ ഭാഷ. പിന്നെ അച്ഛനോട് പറയും, അച്ഛൻ പറയും ഇങ്ങനെ എഴുതി കാണിക്കണം, എഴുതി റെക്കോർഡ് ചെയ്ത് ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ ഓഡിഷനിൽ കയറി. ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ നേരെ ഓഡിഷനിൽ പോയി, ഫാമിലി ആയിട്ട് എല്ലാവരും. ഓഡിഷനൊക്കെ ഞാൻ കണ്ടു. ഹോസാത്തീരെ നമുക്ക് പാടാം 2 പേർക്കും കൂടെ. ഹോസാത്തീരെ तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना, ओ साथी रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. ഈ കിഷോർ കുമാർ സാറിൻ്റെയും റാഫി സാറിൻ്റെയൊക്കെ പാട്ട് പാടുമ്പോൾ ഭയങ്കര ഡെപ്തുള്ള പാട്ടുകളാണ്.
ഇതിൻ്റെ ഉള്ളിൽ അർത്ഥം എന്ന് പറഞ്ഞുകൂടാ, നമുക്ക് ആ ഫീലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഇവൻ പാടുന്ന കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതെങ്ങനെ ഇത് അറിയണേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് ഇത്രയും ഫീലിൽ എങ്ങനെയാണ് പാടുന്നത്? മേജർ രവി സാറും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. രവി സാർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ കാണിക്കാം. Avirbhav, a magical kid. മാജിക്കൽ കിഡ്. I met him in the airport. Then finally today I took him to Lalleton. ഞാനും എൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ലാലിൻ്റെ ഫാമിലി, സുച്ചിയുടെ ഫാമിലി മുഴുവൻ, സുച്ചിയുടെ എല്ലാ കസിൻസും അവർ മോൻ്റെ വലിയ ഫാൻസാണ്. ഇതുപോലെ തന്നെ മോനെ നല്ല കുട്ടിയായി കലയെ സ്നേഹിച്ച് മനുഷ്യരെ സ്നേഹിച്ച് നീ മുന്നോട്ട് വളർന്നു വേണം. മേളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ താഴത്ത് നിന്ന് വന്നതും നമ്മൾ രാമക്കൽമേടിൽ നിന്ന് വന്ന് എവിടെ എത്തി എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറക്കരുത്. ഓക്കെ? അതുപോലെ എവിടെയെങ്കിലും സങ്കടപ്പെടുന്ന മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഒരു സാന്ത്വനം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്കത് വലിയൊരു പ്രചോദനമായിരിക്കും. ഓക്കെ, എനിവേ, നൗ ഇഫ് യു ആർ I would like to ask you one question. ഞാനിങ്ങനെ വണ്ടടിക്കും, ഈ ഹിന്ദി അറിയാത്ത കുട്ടി എങ്ങനെയാണ് ഇത്രയും വലിയ, അവിടെ ഞാൻ പലപ്പോഴും ഇതിൻ്റെ പ്രോഗ്രാംസ് കാണുന്ന സമയത്ത് വിചാരിക്കും ഹൗ ഹീസ് ഈ മാനേജിങ് എന്നുള്ളത്. പക്ഷെ ഇതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഈ ഹിന്ദി പാട്ടുകൾ പാടുന്ന സമയത്ത് ഹിന്ദി അറിയാത്ത മോൻ്റെ മുഖത്ത് കാണുന്ന ആ എക്സ്പ്രഷൻ, ആ ഫീല്, ആ വാക്കുകൾക്കനുസരിച്ച എക്സ്പ്രഷൻ, അത് പെയിൻ്റെ ആണെങ്കിൽ പെയിൻ, പ്രണയത്തിൻ്റെ ആണെങ്കിൽ ആ പ്രണയം, എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും ഈ ഭാഷ അറിയാതെ മോൻ എങ്ങനെയാണ്, എനിക്കെൻ്റെ സംശയം, ആ ഒരു ചോദ്യമാണത്. ഈ ഭാഷ അറിയാതെ അതിൻ്റെ അർത്ഥം അറിയാതെ മോൻ എങ്ങനെയാണ് ആ ഭാവം മുഖത്ത് കൊണ്ടുവരുന്നത്? ടെൽ മീ ദാറ്റ്, ഹൗ ഡു യു ഗെറ്റ് ദാറ്റ് ഫീൽ? നമുക്ക് കാണുമ്പോൾ അറിയാം യു ആർ സിംഗിങ് ഇറ്റ് ഫ്രം ദ ഹാർട്ട്. ടെൽ മീ ദ സീക്രട്ട്. സീക്രട്ട് പറ. എന്താണ് ചോദിച്ചത്? ഇത്രയും ഫീല് എങ്ങനെയാണ്, ആ പാട്ടിന്റെ അർത്ഥം അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് ഫീലിൽ പാടാൻ പറ്റണേ? ഈ ഫീലിൽ പാടാൻ പറ്റുന്നത് ചേച്ചി പറഞ്ഞിട്ട് തന്നെയാണ് ഫീൽ ഇതാവുന്നത്. ഫീല് അപ്പം ഈ ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിച്ച് പാടിയാൽ അതൊരു ഫീലായിട്ട് വരും. അങ്ങനത്തെ ഒരു ഇതുണ്ട്, അതാണ് ഫീൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ വരും. ഈ ഫീല് അത് ആസ്വദിച്ച് പാടിയ ഫീലായിട്ട് വരും അല്ലേ? പറയുന്ന അർത്ഥം ശരിക്കും പറഞ്ഞു കൊടുക്കും അല്ലേ? അത് വോയിസ് ഇമിറ്റേറ്റ് ചെയ്യും? അല്ല, വോയിസ് ഇമിറ്റേറ്റ് ചെയ്യല്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറയും ഇതിന്റെ സിറ്റുവേഷൻ ഇന്നതാ. ഇപ്പൊ നമുക്കൊരു സങ്കടം വരുവാണെങ്കിൽ അപ്പൊ ഞാൻ വെച്ചാൽ അവന്റെ ഒരു രീതി പറയും, നിനക്കൊരു ചോക്ലേറ്റ് കിട്ടി, അത് ഞാൻ എടുത്ത് തട്ടിപ്പറിച്ചു, അപ്പൊ നിനക്കൊരു വിഷമമില്ലേ, അതാണ് ഇതില്. അപ്പൊ കുഞ്ഞു പിള്ളേർക്ക് അങ്ങനെയാണല്ലോ ഒരു വിഷമമൊക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ പറയാം ഇതിങ്ങനെ സോഫ്റ്റ് ആക്കി പാടാം, ഇതിങ്ങനെ അങ്ങനെ മോഡുലേഷൻസ് വരുത്തും. പിന്നെ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം അവനാ കിട്ടിയേക്കുന്നത്. ഉള്ളിലുണ്ട്. ഉള്ളിലുണ്ട്. അത് അടിപൊളി.